മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശ് പറഞ്ഞതനുസരിച്ച് നമ്മൾ മാളവികയാണെങ്കിൽ ജ്വല്ലറിയിലൊക്കെ കയറി പറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ മാളവികയാണെങ്കിൽ അവിടുത്തെ ഡിസൈനർക്കാണെങ്കിൽ ഡിസൈനൊക്കെ വരച്ചതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഡിസൈൻ വരച്ചത് നമ്മളെ മാളവികയല്ല, നമ്മൾ നയന വരച്ച ഡിസൈനൊക്കെ ആയിട്ട് നമ്മളെ മാളവിക അവിടെ കാണിച്ചൊക്കെ കൊടുക്കുന്നത്. അപ്പം നമ്മൾ നയനാണെങ്കിൽ ഇതുവരെയ്ക്കും വരയ്ക്കാത്തൊരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ മാളവികയ്ക്ക് അവിടെ കാണിക്കാൻ വേണ്ടിയൊക്കെ വരച്ചൊക്കെ കൊടുക്കുന്നത്. നയനാണെങ്കിൽ ആ ഡിസൈൻ വരച്ചു കൊടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ലായിരുന്നു. കാര്യം നയനയും കാട്ടിയൊക്കെ നല്ല ഡിസൈനൊക്കെ ജ്വല്ലറിക്കാർക്ക് ഇറക്കാൻ വേണ്ടിയുള്ള ഒരു അനുവാദത്തിനൊക്കെ വേണ്ടിയായിരുന്നു നമ്മൾ നയനയാണെങ്കിൽ അങ്ങനെയുള്ള ഡിസൈനൊക്കെ പിന്നെ മാളവികയ്ക്ക് വേണ്ടി വരച്ചൊക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവർ മൂർത്തീസ് ജ്വല്ലറി ആയിട്ട് മത്സരമൊക്കെ ഉണ്ടെന്നുള്ളൊരു ബോധം വരുത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നയനാണെങ്കിൽ ഇങ്ങനെയുള്ള ഡിസൈനൊക്കെ വരച്ചൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ നയന ഡിസൈനൊക്കെ വരച്ചതിന് ശേഷമാണെങ്കിൽ അത് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ മാളവികയ്ക്ക് അത് സെൻഡ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ മാളവികയാണെങ്കിൽ ആ ഡിസൈനും കൊണ്ടാണെങ്കിൽ നമ്മൾ ഡേവിഡിനെ കാണിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡേവിഡിനെ കാണിച്ചിട്ട് ഡേവിഡിനാണെങ്കിൽ ആ ഡിസൈനൊക്കെ ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡേവിഡ് പറയുന്നുണ്ട്, എന്തായാലും ആ മൂർത്തീസ് ജ്വല്ലറിയിലുള്ള നയന വരയ്ക്കുന്നതിനൊക്കെ കാട്ടി ഭയങ്കര നല്ല അടിപൊളി ഉഗ്രൻ ഡിസൈനൊക്കെ ആയിട്ടുണ്ടെന്നൊക്കെ നമ്മളെ മാളവികയെ കുറച്ച് പുകഴ്ത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡേവിഡ് ആണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ഇത് കണക്കൊരു ഡിസൈനാണെങ്കിൽ ഇതുവരെയ്ക്കും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ മാളവികയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, സാറ് ഞാൻ എന്താ വേണ്ടത്, ഞാനാണെങ്കിൽ ഇന്നോട്ട് ഇവിടെ ജോയിൻ ചെയ്യണോ എന്താണെന്നുള്ളൊരു കാര്യം പറയാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ ഡേവിഡ് അറിയുന്നില്ലല്ലോ ആ ഡിസൈൻ വരച്ചത് നമ്മളെ നയന തന്നെയാണ് വരച്ചത് എന്നുള്ള കാര്യമൊന്നും ഡേവിഡിനും അറിയില്ലല്ലോ. നമ്മളെ മാളവിക ചോദിക്കുന്ന സമയത്താണ് ഡേവിഡ് പറയുന്നുണ്ട്, എന്തായാലും ഇതിനുള്ള തീരുമാനം എടുക്കേണ്ടത് ഞാനല്ല, ലാസ്റ്റ് തീരുമാനം എടുക്കേണ്ടത് എനിക്ക് മുകളിലൊരു സാറുണ്ട്. ആ സാറാണ് എന്തായാലും ഇതിന് തീരുമാനം എടുക്കാനുള്ളത്. എന്തായാലും ഈ ഡിസൈനാണെങ്കിൽ ഞാൻ സാറിന് കാണിച്ചു കൊടുക്കാം, കാണിച്ചതിന് ശേഷം സാർ എന്തായാലും ഒരു തീരുമാനം എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഡേവിഡ് പറയുന്നുണ്ട്, എന്തായാലും നീയും കൂടെ വാ, നമുക്ക് പോയി സാറിനെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡേവിഡ് ആണെങ്കിലും മാളവികയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതാണെങ്കിൽ നമ്മൾ മാളവികയാണെങ്കിൽ വിളിച്ചിട്ട് ആദർശിൻ്റെ അടുത്ത് നയനടുത്തൊക്കെ പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നയന പറയുന്നുണ്ട്, എന്തായാലും നീ അവരെ കൂടെ പോയിട്ട് വാ, അവർക്കാണെങ്കിൽ ഒരു സംശയങ്ങളും കാര്യങ്ങളും തോന്നാത്ത വിധം വേണം നീ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്കൊരു സംശയവും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഇവർക്ക് ഡേവിഡിൻ്റെ മുകളിൽ ഒരാളുണ്ടെന്നുള്ളൊരു കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നയന. നയന പറയുന്നുണ്ട്, എന്തായാലും നമ്മളെ പ്രധാന ശത്രുവിനെ ഇതുവരെയ്ക്കും നമ്മൾ കണ്ടിട്ടില്ലെന്നുള്ള കാര്യമൊക്കെ ഉറപ്പായിരുന്നു. എന്തായാലും നമ്മളെ ലക്ഷ്യത്തിലേക്കൊക്കെ നമ്മൾ എത്താറായെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നീ എന്തായാലും അവിടെ സൂക്ഷിച്ചൊക്കെ വേണം നിൽക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. നയനാണെങ്കിലും മാളവികയ്ക്കാണെങ്കിലും ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മാളവിക പറയുന്നുണ്ട്, എന്തായാലും മാഡം സാറും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് ആ കാര്യം ഞാൻ എന്തായാലും ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നേടിയെടുത്ത് തരുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നയനയുടെ ഫോണൊക്കെ കട്ട് ചെയ്തിട്ടാണെങ്കിലും മാളവികയാണെങ്കിൽ ഡേവിഡിൻ്റെ കൂടെ പോകുന്നുണ്ട്. നമ്മൾ മാളവികയാണെങ്കിൽ ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണറെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ നാഗേന്ദ്രനെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് പുതിയൊരു ഭാവത്തിലൊക്കെ ഉള്ള ഒരാളെയൊക്കെ കാണുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവരുടെ കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ അവന്തികയും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് നമ്മളെ നാഗേന്ദ്രനാണെങ്കിലും അവന്തികയാണെങ്കിലും മൂർത്തീസ് ജ്വല്ലറിയെ കുറിച്ചൊക്കെ ആയിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരെ തകർച്ചയെക്കുറിച്ചും ഇനിയിപ്പം അതിൽ നിന്ന് അവർക്ക് കരകയറി വരണമെങ്കിൽ ഒരുപാട് കാലം അവർ പരിശ്രമിക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും ആദർശമായിരുന്നല്ലോ അവർക്ക് ഏറ്റവും വലിയ കമ്പനിയും കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ ആദർശമാണെങ്കിൽ അവിടുന്ന് പുറത്ത് പോയല്ലോ, അതുകൊണ്ട് ഇനിയിപ്പം ഇവർ പഴയ ഒരു രീതിയിലേക്ക് വരാൻ വേണ്ടി എന്തായാലും ഇപ്പോൾ ഒരു ചാൻസും കാര്യങ്ങളൊക്കെ ഇല്ല എന്നൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. ഇനി വിജയം നമുക്ക് മാത്രമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എന്തായാലും ഇനി മൂർത്തീസ് ജ്വല്ലറി ആണെങ്കിൽ താഴ്ചയിലൊക്കെ പോയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്തായാലും അവർ ആ താഴ്ചയിലേക്ക് പോയി ആ മൂർത്തീസ് ജ്വല്ലറിയൊക്കെ ഇല്ലാതാവണം, അത് എനിക്കിനി കാണണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ മാളവികയാണെങ്കിൽ ഡേവിഡുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. സമയത്താണെങ്കിൽ നമ്മളെ മാളവിക പറയുന്നുണ്ട്, ഓഹ് അപ്പോൾ ഇനിയും അനന്തപുരിക്കാരെ തകർക്കാനുള്ള പരിപാടിയാണോ ഇത്, ഇനിയും അവർ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഇവർക്ക് അത് നിർത്താനുള്ള പരിപാടിയൊന്നും ആയിട്ടില്ല, ഇപ്പോൾ എന്തായാലും ഇനി അതെന്തായാലും ഇവരെ കൊണ്ടത് നടക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അതിന് സമ്മതിക്കത്തതുമില്ല, കാര്യം എന്നെ ആദർശനാണെങ്കിൽ അത്രയ്ക്കും എന്നെ സഹായിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാളവികയാണെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് മാളവിക പറയുന്നുണ്ട്, എന്തായാലും അനന്തപുരിക്കാർക്കാണെങ്കിലും അതുപോലെ തന്നെ മൂർത്തീസ് ജ്വല്ലറിക്കാണെങ്കിലും ഞാൻ എത്രയ്ക്കും സഹായം ഞാൻ ചെയ്തു കൊടുക്കും. ഇവിടെ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാനാണെങ്കിൽ ആദർശേട്ടനൊക്കെ വിളിച്ചൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ മാളവിക ചിന്തിക്കുന്നുണ്ട്. നമ്മളെ മാളവികയാണെങ്കിൽ അവരറിയാതെ ആണെങ്കിൽ അവരൊരു ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം നമ്മളെ ഡേവിഡ് ആണെങ്കിൽ പിന്നെ മാളവിക വരച്ച ഡിസൈനൊക്കെ ആണെങ്കിൽ നമ്മളെ നാഗേന്ദ്രനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവർക്ക് നാഗേന്ദ്രനാണെങ്കിലും അവന്തികയ്ക്കാണെങ്കിലും ആ ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇതിപ്പോൾ പുതിയൊരു ഡിസൈൻ ഇതുവരെയ്ക്കും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ പിന്നെ അവന്തിക പറയുന്നുണ്ട്, വെച്ചാൽ ഈ ഒരു ഡിസൈൻ നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭം കൊയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അതാണല്ലോ അവന്തിക പറയുന്നുണ്ട്, എന്തായാലും നയന വരയ്ക്കുന്നതൊക്കെ ഒരു ചെറിയൊരു ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട്,
ഉണ്ടെങ്കിലും പക്ഷേ ഇത് അതിനെക്കാട്ടിയൊക്കെ നല്ല ഒന്നാന്തരം മെച്ചമായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഈ ഡിസൈൻ. അപ്പം ഈ ഡിസൈൻ നമുക്ക് ഇറക്കി കഴിഞ്ഞാലാണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മൾ ജ്വല്ലറി ആണെങ്കിൽ ഒന്നും കൂടെ മുൻപന്തിയിലെത്തും എന്നൊക്കെ പറയുന്നുണ്ട് അവന്തിക. നമ്മൾ അവന്തിക പറയുന്നുണ്ട് എന്തായാലും വെച്ചാൽ ഈ ഡിസൈൻ നമുക്ക് ഫിക്സ് ആക്കാം, അതിനുശേഷം നമുക്ക് ഈ ഡിസൈനറെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിയമിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നാഗേന്ദ്രനും അവന്തികയും കൂടെ ചേർന്നിട്ടാണെങ്കിലും നമ്മളെ മാളവികയാണെങ്കിൽ അവരവിടെ നിയമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ മാളവിക ചോദിക്കുന്നുണ്ട് സാറിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ മാളവിക മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മാളവികയാണെങ്കിൽ എന്തായാലും വലിയൊരു തെളിവ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെയാണ് നമ്മൾ മാളവിക നിൽക്കുന്നത്. മാളവികയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടാണെങ്കിൽ ആദർശിൻ്റെ അടുത്തും നയനയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ മാളവിക എടുത്ത ഫോട്ടോ ആണെങ്കിലും നമ്മൾ ആദർശിനൊക്കെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിൽ ആ ഫോട്ടോ കണ്ടിട്ടൊക്കെ ആണെങ്കിൽ ആകെ ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഫോട്ടോ കണ്ടതിന് ശേഷമാണെങ്കിൽ ആദർശാണെങ്കിൽ നയനയുടെ അടുത്ത് പറയുന്നുണ്ട് ഇതാണെങ്കിൽ ജലജ അപ്പച്ചിയുടെ ഭർത്താവല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൂടാണെങ്കിൽ അവന്തികയും ഉണ്ടല്ലോ, അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണല്ലോ നമ്മൾ ഈ ചതിക്കുകയും വെക്കുകയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവൾ കൂടെ നിന്ന് കുടുംബത്തിനെ തന്നെ ചതിക്കുന്ന ഒരു ദ്രോഹിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദർശാണെങ്കിൽ ദേഷിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും അവന്തികയാണെങ്കിൽ കൊള്ളാം, ആർക്കും പിടിയേരാത്ത രീതിയിലാണ് അവൾ അവിടെ വീട്ടിൽ നിൽക്കുകയും വെക്കുകയൊക്കെ ചെയ്യുന്നത്, എല്ലാവരുടെ അടുത്തും അവൾ പെരുമാറുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവൾ കൊള്ളാലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കാണെങ്കിൽ മാളവികയെ അങ്ങോട്ട് വിടാനൊക്കെ തോന്നിയത് ഈശ്വരനായിട്ട് നമുക്ക് തോന്നിപ്പിച്ച്, അതുകൊണ്ടാണല്ലോ നമ്മളെ ശത്രുക്കളെ ആണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് പറ്റിയത്. എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാനൊന്നും പാടില്ല, നല്ല രീതിയിലുള്ള തിരിച്ചടി തന്നെ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് നയന പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ ശത്രുക്കളെ അറിഞ്ഞെന്നും പറഞ്ഞിട്ട് മാളവിക ഇപ്പോൾ അവിടെ നിന്ന് എന്തായാലും വരാൻ വേണ്ടി പറയണ്ട, മാളവിക എന്തായാലും കുറച്ചും കൂടെ അവിടെ നിൽക്കട്ടെ, ആ സമയത്ത് നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനൊക്കെ പറ്റും. അതുകൊണ്ട് എന്തായാലും ഇപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞതായിട്ടോ നമ്മളെ ശത്രുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞെന്നൊന്നും നമ്മളിപ്പോൾ കാണിക്കേണ്ടതെന്നൊക്കെ നയന പറയുന്നുണ്ട്. നമ്മൾ നയനാണെങ്കിൽ ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആദർശേട്ടാ എന്തായാലും എനിക്ക് ഉറപ്പുണ്ട്, എന്തായാലും നമ്മൾ ഇച്ചിരി ഒന്ന് നമ്മൾ താഴ്ചയിൽ വന്നെങ്കിലും നമ്മൾ ഇനി വീണ്ടും നമ്മൾ പഴയതിനേക്കാളും നല്ല രീതിയിൽ നമ്മൾ ഉയർച്ചയിലേക്ക് നമ്മൾ എത്തുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ ആണെങ്കിലും നമ്മൾ നയനയാണെങ്കിൽ ആദർശൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.